ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അസാധാരണമായ വിശ്വാസത്തോടുകൂടെ 4 സുഹൃത്തുക്കൾ ഒരു തളർവാദ രോഗിയെ യേശുവിൻ്റെ പാദാന്തികത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ 3 കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ അനുഗ്രഹവും സൗഖ്യവും പ്രാപിക്കാനായിട്ട് സാധിക്കുമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട് വിശ്വാസം തന്നെയാണ്. പിന്നെ ധൈര്യവും സ്നേഹവും. ഇവ 3 ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് യേശുവിൻ്റെ പാദാന്തികത്തിൽ നമ്മെയും മറ്റുള്ളവരെയും എത്തിക്കാനും സൗഖ്യം പ്രാപിക്കാനും അനുഗ്രഹം പ്രാപിക്കാനായിട്ടും സാധിക്കുക തന്നെ ചെയ്യും. എന്നാൽ യേശുവിൻ്റെ പ്രതികരണമാണ് ഇവിടെ ഏറെ കൗതുകകരം. യേശുവിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രതികരണം, മകനെ, നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നുവെന്നാണ്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ സുഹൃത്തുക്കൾ മാത്രമല്ല, ചുറ്റും കൂടി നിന്ന എല്ലാവരും വിചാരിച്ചു കാണും, കർത്താവേ, ഇതിനു വേണ്ടിയല്ലോ ഞങ്ങൾ ഇവനെ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്നത്, സൗഖ്യം പ്രാപിക്കാനല്ലേ? പ്രിയപ്പെട്ടവരെ, യേശുവിനറിയാം ഒരു മനുഷ്യൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന്. യേശുവിൻ്റെ മിഷൻ, യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ, യേശുവിൻ്റെ മനുഷ്യപദാർത്ഥത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യനെ ദൈവപിതാവുമായി രമ്യതപ്പെടുത്തുവാനായിട്ട് പാപങ്ങൾ മോചിപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യമെന്ന് പറയുന്നത്. ഈ ആവശ്യത്തിലേക്കാണ് യേശുവിൻ്റെ കണ്ണ്. തീർച്ചയായിട്ടും കൂടെ വന്നവരുടെ വിശ്വാസം മൂലം അവൻ്റെ ശാരീരികമായിട്ടുള്ള ബലഹീനത അല്ലെങ്കിൽ തളർവാദവും മാറുന്നുണ്ട്, അവന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്നുണ്ട്. അത് രണ്ടാമത്തെ കാര്യം മാത്രമാണ്. നമ്മുടെ ജീവിതത്തിലും ഏറ്റവും പ്രധാനമായിട്ട് നാം നോക്കേണ്ടത് നമ്മുടെ പൂർണ്ണതയിലേക്കാണ്. യേശുവിൻ്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ദൗത്യത്തിലേക്കാണ്. അത് മറ്റൊന്നുമല്ല, ദൈവപിതാവുമായിട്ടുള്ള രമ്യതപ്പെടൽ. പ്രിയപ്പെട്ടവരെ, അതിനാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ആ കുമ്പസാരം എന്ന കൂദാശ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതിൻ്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥമായിട്ടുള്ള അനുതാപത്തോടുകൂടെ വീണ്ടും യേശുവാൽ സുഖപ്പെടുത്തുവാനായിട്ട്, യേശുവാൽ പാപങ്ങൾ മോചിപ്പിക്കപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അങ്ങനെ എല്ലാവിധ തളർവാദ രോഗങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖലയിലാണോ തളർവാദം ബാധിച്ചിരിക്കുന്നത് അവ സുഖപ്പെടുവാനായിട്ടുള്ള ആവശ്യത്തോടുകൂടെ, സ്നേഹത്തോടെ, ധൈര്യത്തോടെ, വിശ്വാസത്തോടെ യേശുവിനെ സമീപിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.